എല്ലാവർക്കും ഈസി ലേൺ അക്കൗണ്ടിംഗ് ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചാനലില് +1 എല്ലാ ചാപ്റ്റേഴ്സും കേരളത്തിലെ സിലബസ് അനുസരിച്ച് NCERT ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് +1 കൊമേഴ്സിലെ അക്കൗണ്ടിങ്ങിന്റെ ഫുൾ ചാപ്റ്റേഴ്സും എല്ലാ ചാപ്റ്റേഴ്സും തിയറിയും പ്രാക്ടിക്കൽസും അടക്കമുള്ള എല്ലാ ചാപ്റ്റേഴ്സും വളരെ ലളിതമായ ലാംഗ്വേജിൽ കുറച്ച് ഷോർട്ട് കട്ട്സ് ഒക്കെ ഉപയോഗിച്ച് കുറച്ച് ട്രിക്സ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാനുള്ള സംവിധാനത്തില് നമ്മൾ ക്ലാസ് ബൈ ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിൽ കയറുന്നവര് നിങ്ങൾ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ ഇടാം. ഈ ഒരു സമയം എന്ന് പറയുന്നത് എല്ലാവരും ഓൺലൈൻ ക്ലാസ്സിലാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പഠിക്കാൻ ഏറ്റവും വിഷമമുള്ള ഒരു ചാപ്റ്ററാണ്. ലൈവായിട്ട് ഇത് ചെയ്യുന്നത് കാണാതെ നമുക്ക് പഠിക്കാൻ ഏറ്റവും വിഷമമുള്ള ഒരു ചാപ്റ്ററാണ് അക്കൗണ്ടിങ്. അതുകൊണ്ട് ഇതുപോലെയുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം. നിങ്ങൾ ഒരിക്കൽ കൂടി ഈസി ലേണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 അക്കൗണ്ടൻസിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. +1 അക്കൗണ്ടൻസിയിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അക്കൗണ്ടൻസിയുടെ തന്നെ ആദ്യത്തെ ചാപ്റ്ററാണ്. അക്കൗണ്ടിങ്ങിന് നിങ്ങൾക്ക് മുന്ന് പഠിച്ച പരിചയമൊന്നുമില്ല. അതുകൊണ്ട് അക്കൗണ്ടിങ്ങിന്റെ LKGയിലാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്താണ്, അങ്ങനെ തുടങ്ങി അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ സീരിയലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 അക്കൗണ്ടൻസിയുടെ ആദ്യത്തെ ചാപ്റ്ററാണ്. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങൾ അക്കൗണ്ടിങ് പഠിക്കുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് +1 അക്കൗണ്ടൻസി പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് അക്കൗണ്ടൻസി എന്ന വാക്ക് കേൾക്കുകയും അക്കൗണ്ടൻസിയെ കുറിച്ച് എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അക്കൗണ്ടിങ്ങിന്റെ കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ അധികം ഉള്ളത്. അക്കൗണ്ടിങ് എന്താണെന്ന് തുടങ്ങി അക്കൗണ്ടിങ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കുക, അക്കൗണ്ടിങ് എന്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഡെഫിനിഷൻ പഠിപ്പിച്ചു തരുന്നതിന് മുമ്പ് അക്കൗണ്ടിങ് എന്താണെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഓക്കെ, ഈ അക്കൗണ്ടൻസി എന്ന് പറയുന്ന വിഷയം തന്നെ നമ്മൾ എന്തെങ്കിലും ബൈഹാർട്ട് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല. അതുകൊണ്ട് അക്കൗണ്ടിങ് എന്താണെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. സോ അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കുക. അപ്പൊ അക്കൗണ്ടിങ് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ കുട്ടികളോടൊക്കെ ആദ്യമായിട്ട് ചോദിക്കുമ്പോൾ അക്കൗണ്ടിങ് എന്ന വാക്ക് കേട്ടിട്ടുണ്ട്. ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്, കണക്കുമായി ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ പറയാറുണ്ട്. എല്ലാം ശരിയാണ്. ബാങ്കുമായി ബന്ധപ്പെട്ടതാവാം, കണക്കുമായി ബന്ധപ്പെട്ടതാവാം. അങ്ങനെയൊക്കെയുള്ള ഒരു മുൻധാരണ നിങ്ങൾക്ക് ഉണ്ടാവും. അക്കൗണ്ടിങ് എന്ന വാക്ക് നമ്മൾ മിക്കവാറും കേൾക്കുന്നത് പണവുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യം കുറെ കുട്ടികൾ പറയും പണവുമായി ബന്ധപ്പെട്ടതാണ്, കുറച്ച് പേര് പറയും ബാങ്കുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയും. ഓക്കെ, അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഞാനൊരു ഒരു കഥ പറയാം, ഒരു കാര്യം നിങ്ങളോട് പറയാം. ഓക്കെ, ഒന്നുമില്ല, നിങ്ങളെ ഒരാള് കുറച്ചു നേരത്തേക്ക് കടയിൽ നിർത്തിയിട്ടുണ്ട്. രാവിലെ നിങ്ങൾ ഒരാൾ കടയിൽ നിർത്തിയതാണ്, ഒരു കടയിൽ നിങ്ങൾ നിർത്തിയിട്ടുണ്ട്. ചെറിയ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്ന ഒരു കടയിൽ നിങ്ങൾ നിർത്തിയിട്ടുണ്ട്. വൈകുന്നേരം അയാളുടെ കടയാണ്, അയാളാണ് എല്ലാ ദിവസവും നടക്കുന്നത്. ഒരു ദിവസം നിങ്ങളെ നിർത്തിയതാണ്. നിങ്ങളെ നിർത്തുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണം, വൈകുന്നേരം ഞാൻ വന്ന് ചോദിക്കും, എല്ലാം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ രാവിലെ അയാൾ പോകുമ്പോ അയാൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി നിങ്ങളായി തന്നിട്ടുണ്ട്. 1000 രൂപയുടെ സാധനങ്ങൾ വാങ്ങി നിങ്ങളായി തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ 1000 രൂപയ്ക്ക് കുറച്ച് സാധനങ്ങൾ ആ കടയിൽ വാങ്ങിച്ചിട്ടുണ്ട്. അത് വിൽക്കലാണ് നിങ്ങളുടെ ജോലി. വൈകുന്നേരം വരെ അത് വിൽക്കലാണ് നിങ്ങളുടെ ജോലി എന്ന് വിചാരിക്കും. ഓക്കെ, ഇപ്പൊ 1000 രൂപയുടെ സാധനങ്ങൾ കടയിലുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾ കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങി. ഓക്കെ, ഒരാൾ വന്നു, നിങ്ങൾ സാധനങ്ങൾ കുറച്ചൊരു 50 രൂപയുടെ സാധനങ്ങൾ അയാൾ വിറ്റു. ഓക്കെ, വേറൊരാൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നു, നിങ്ങൾ അയാൾക്കും ഒരു 1000 രൂപയുടെ സാധനങ്ങൾ വിറ്റു. ഓക്കെ, പിന്നെ സാധനങ്ങൾ കടയിൽ കുറഞ്ഞല്ലോ എന്ന് വിചാരിച്ചു നിങ്ങൾ 1000 രൂപയുടെ സാധനങ്ങളും കൂടി വാങ്ങി. ഓക്കെ, മറ്റൊരാൾ നിങ്ങളുടെ അടുത്ത് വന്നു, ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്, മറ്റൊരാൾ നിങ്ങളുടെ അടുത്ത് വന്നു, നിങ്ങൾ അയാൾക്ക് ഒരു 500 രൂപയുടെ സാധനങ്ങൾ വിറ്റിട്ടുണ്ട്. ഓക്കെ, പിന്നീട് വേറൊരാൾ നിങ്ങളുടെ അടുത്ത് വന്നു, അയാൾക്കും നിങ്ങൾ ഒരു 500 രൂപയുടെ സാധനങ്ങൾ വിറ്റു. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്കൊരു KSEBയുടെ ബില്ല് അടയ്ക്കാനുണ്ടെന്ന് മനസ്സിലായത്. നിങ്ങൾ 150 രൂപ KSEBയുടെ ബില്ല് അടച്ചു.
ഓക്കെ. പിന്നെ ഒരാള് വന്നു നിങ്ങളടുത്ത്, നിങ്ങൾ അയാൾക്ക് 1000 രൂപയുടെ സാധനങ്ങൾ വിൽക്കും. ഓക്കെ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇത്രയുമാണ് കാര്യങ്ങൾ അന്ന് ഷോപ്പിൽ നടന്നത് എന്ന് നിങ്ങൾ വിചാരിക്കും. ഇത്രയുമാണ് കാര്യങ്ങൾ. ഓക്കെ, വൈകുന്നേരം ഓണർ നിങ്ങളോട് വന്നിട്ട് ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുമ്പോ ഇതെല്ലാം നിങ്ങളിങ്ങനെ പാടി കേൾപ്പിക്കും. ഇതെല്ലാം നിങ്ങളിങ്ങനെ വായിച്ച് കേൾപ്പിക്കാമോ ചെയ്യും? അല്ല. സ്വാഭാവികമായിട്ടും ഇത്രയും ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വായിച്ച് തന്നെ കേൾപ്പിക്കാം. ഇത് ഒരു 100 എണ്ണം കൂടി ഉണ്ടെന്ന് വിചാരിക്കും, ഏറ്റവും ചുരുങ്ങിയത് 100 എണ്ണം കൂടി ഉണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾ എന്ത് ചെയ്യില്ല? ഇതെല്ലാം ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കില്ല. ഓക്കെ, അപ്പൊ നമ്മള് നോക്കുന്നപ്പോ നമ്മൾ ഇന്നത്തെ കച്ചവടമാണ് ഈ കാണുന്നത്. നമ്മൾ കുറച്ച് സാധനങ്ങൾ എവിടെയൊക്കെയോ വാങ്ങിയിട്ടുണ്ട്, ഇതിന്റെ ഇടയിൽ കുറച്ച് സാധനങ്ങൾ വിറ്റിട്ടുണ്ട്, ഒരു ബില്ല് അടച്ചിട്ടുണ്ട്. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. നമുക്കൊന്ന് കണ്ടുപിടിച്ചോ ഇന്നത്തെ ഈ കച്ചവടത്തിലെ അവസ്ഥ എന്താണെന്ന് നോക്കിയോ. ഈ പർച്ചേസുകൾ എത്ര രൂപയുടെ സാധനം വാങ്ങി? 1000 പർച്ചേസ്, 1000 രൂപയുടെ പർച്ചേസ് ഉണ്ട്. പിന്നെ ഒരു 500 രൂപയുടെ സാധനം വാങ്ങി, 1500 ആയി. പിന്നെ ഒരു 1000 രൂപയുടെ സാധനം വാങ്ങി, 2500 ആയി. ആകെ നമ്മൾ 2500 രൂപയുടെ സാധനമാണ് വാങ്ങിയത്. ഓക്കെ, എത്ര രൂപയുടെ സാധനങ്ങൾ വിറ്റു? 50 രൂപയുടെ സാധനം ആദ്യം ഒരാൾക്ക് വിറ്റു, 50 രൂപയുടെ സാധനം ആദ്യം ഒരാൾക്ക് വിറ്റു. പിന്നീട് ഒരു 1000 രൂപയുടെ സാധനം വിറ്റു, പിന്നീട് ഒരു 1000 രൂപയുടെ സാധനം വിറ്റു. ഇതാ ഇവിടെ ഒരു 500 രൂപയുടെ സാധനം വിറ്റു, ഇവിടെ ഒരു 500 രൂപയുടെ സാധനങ്ങൾ വിറ്റു, ഇവിടെ ഒരു 1000 രൂപയുടെ സാധനം വിറ്റു. ഓക്കെ, കണ്ടല്ലോ. ഇപ്പോ 3050 രൂപയുടെ സാധനം വിറ്റു. 3050 രൂപയുടെ സാധനങ്ങള്. ഓക്കെ, 2500 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മളത് 3050 രൂപയ്ക്ക് വിറ്റപ്പോ നമുക്ക് ലാഭമാണല്ലോ. സിമ്പിൾ ആണ്, ലാഭമാണ്. 550 രൂപ നമുക്ക് പ്രോഫിറ്റ്. ഓക്കെ, 550 രൂപ നമ്മുടെ കയ്യില് ലാഭം. ഈ 550 രൂപയിൽ നിന്ന് നമ്മൾ ഈ 150 രൂപ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചിട്ടുണ്ട്, 400 രൂപ ക്യാഷ് ആയിട്ട് ബാക്കി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അക്കൗണ്ടിംഗ് ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ട് ഷോപ്പിൽ നടന്ന കാര്യങ്ങൾ. അപ്പോ ഇത്രയൊക്കെ ചെയ്തു വെച്ച് നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള കണക്ക് ഇതാണ്. പിന്നെ 2500 രൂപയുടെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, 3050 രൂപയുടെ സാധനങ്ങൾ, ഈ 2500 രൂപയുടെ വാങ്ങിയ സാധനങ്ങൾ 3050 രൂപയ്ക്ക് നമ്മൾ വിറ്റിട്ടുണ്ട്. 550 രൂപ നമുക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. 150 രൂപയിൽ നിന്ന് ആ ലാഭത്തിൽ നമ്മൾ 150 രൂപ പണ്ടൊരു KSEBയുടെ ബില്ല് അടയ്ക്കാനുണ്ടായിരുന്നു, അത് അടച്ചിട്ടുണ്ട്. ബാക്കി 400 രൂപ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഓണർ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളോട് ചോദിക്കുന്നു എന്താ ഇന്നത്തെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരു പാട്ട് പാടുന്നത് പോലെ ഇതെല്ലാം ഇങ്ങനെ പാടിക്കൊടുക്കില്ല. ഓണറോട് എന്തേ പറയുള്ളൂ? ഇന്ന് 550 രൂപ ലാഭമുണ്ട്, കച്ചവടത്തിന് 550 രൂപ ലാഭമുണ്ട്. ഇപ്പൊ ക്യാഷ് 400 രൂപ ക്യാഷ് കയ്യിലുണ്ട് എന്നുള്ള വിവരമേ കൊടുക്കുള്ളൂ. സിമ്പിൾ ആണ്, അത്രയല്ലേ നമ്മൾ പറയുള്ളൂ. ഈ കാര്യങ്ങളെ നമ്മൾ ഓണറോട് പറയും. ഓക്കെ, ഇത് തന്നെയാണ് അക്കൗണ്ടിങ്. ഈ ചെയ്ത കാര്യങ്ങൾ തന്നെ ഇതിന്റെ ഒരു 1000 ഇരട്ടി വലിപ്പമുള്ള ഡാറ്റകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് അക്കൗണ്ടിങ്. ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ചെയ്തത് തന്നെയാണ്. ഓക്കെ, ഇതിന് ഈ ഒരു ഞങ്ങളൊരു 5, 6, 7, 8 ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അതിന് പകരം 50,000-മോ 1 ലക്ഷമോ 2 ലക്ഷമോ ട്രാൻസാക്ഷനിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അക്കൗണ്ടിങ്. ഓക്കെ, എന്തൊക്കെയാ ചെയ്തത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാല് നോക്കുക എന്തൊക്കെയാ ചെയ്തതെന്ന്. ആദ്യം നമ്മുടെ മനസ്സിൽ ഇത് നിൽക്കുന്നതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ഒരു സ്ഥാപനത്തിൽ നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ, ഓർത്തു വെക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഇതിനൊക്കെ ഒരു എന്തുണ്ടാക്കി വെക്കുന്നു? എഴുതപ്പെട്ട ഒരു രേഖ ഉണ്ടാക്കി വെക്കുന്നു, റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ആദ്യം ചെയ്ത കാര്യമാണ് നമ്മൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. നടക്കുന്ന കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങളായിപ്പോയി. ഇവിടെ കുറച്ചേ ഉള്ളൂ, ശരിക്കും ഒരുപാട് കാര്യങ്ങളായിപ്പോയി. റെക്കോർഡ് ചെയ്ത് വെച്ചപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. കുറെ പർച്ചേസ് ഉണ്ട്, കുറെ സെയിൽസ് ഉണ്ട്, ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് പർച്ചേസുകളെ മാത്രം നമ്മൾ ഇങ്ങോട്ട് എടുത്തു, സെയിൽസുകളെ മാത്രം നമ്മൾ ഇങ്ങോട്ട് എടുത്തു. കണ്ടോ, പർച്ചേസുകളെ മാത്രം നമ്മൾ ഇങ്ങോട്ട് എടുത്തു. ഈ കൂട്ടത്തിൽ നിന്ന് പർച്ചേസുകളൊക്കെ പെറുക്കി നമ്മൾ ഇങ്ങനെ ഒരു ഡപ്പിയിൽ ഇട്ട് വെച്ചു. സെയിൽസുകളൊക്കെ പെറുക്കിയിട്ട് മറ്റൊരു കുപ്പിയിൽ ഇട്ട് വെച്ചു നമ്മൾ. ഓക്കെ,
എന്താ ചെയ്ത ഈ പ്രവൃത്തിയുടെ പേരാണ് ക്ലാസിഫിക്കേഷൻ. ഒരേപോലെയുള്ള ഐറ്റംസിനെ, സിമിലർ ടൈപ്പ് ഓഫ് ഐറ്റംസിനെ ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ. ഇപ്പൊ എല്ലാവരെയും ഇന്റർവെല്ലിന് ഗ്രൗണ്ടിലേക്ക് വിട്ട സമയത്ത് നമുക്ക് കുട്ടികളോട് പറയണം, 9ാം ക്ലാസ്സിലെ കുട്ടികൾ അല്ലെങ്കിൽ +1 കുട്ടികൾക്ക് ഇന്ന് അവസാനത്തെ പീരീഡ് ഇല്ല, നിങ്ങൾ പോയിക്കോളൂ എന്ന് നമ്മൾ പറയണം. പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യും? ബെല്ലടിച്ച് എല്ലാവരെയും അവരവരുടെ ക്ലാസ്സിലേക്ക് മാറ്റും. +1 കുട്ടികളോട് വിട്ട് കാര്യങ്ങൾ പറയും. കാരണം +1 കുട്ടികളോട് മാത്രം കാര്യങ്ങൾ പറയാനാണ്. ഓക്കെ, അപ്പോ സിമിലർ ടൈപ്പ് ഓഫ് ഐറ്റംസിനെ നമ്മൾ +1 ഗ്രൂപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് +1 എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ ഈ ചിതറിക്കിടക്കുന്ന ഡാറ്റകളിൽ നിന്ന് സിമിലർ ടൈപ്പ് ഓഫ് ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്തു വെച്ചു? ഒരു കൂട്ടിലേക്ക് ഇട്ട് വെച്ചു. ഈ പ്രോസസ്സിനെ പറയുന്ന പേര് നമ്മൾ രണ്ടാമത് ചെയ്തത്, നമ്മൾ അറിയാതെ ചെയ്തതാണ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ഇനി വരുന്ന പ്രോസസ്സിനെ ഈസി ആക്കാനാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, കാരണം ഇതിങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് വലിയ ഡാറ്റാസ് ആയിട്ട് കിടന്നാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ അതൊന്നും മനസ്സിലാവില്ല. ക്ലാസിഫൈ ചെയ്തു, പർച്ചേസിനെ പർച്ചേസിലേക്ക് ഡെപ്പിയിലെടുത്തു, സെയിൽസിനെ സെയിൽസിന്റെ ഡെപ്പിയിലെടുത്തു, റെക്കോർഡ് ചെയ്ത് അതിന്റെ ശേഷം ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മൾ ചെയ്തത് ഈ 1000, 200, 1000, 500, 1000 ആരോട് പറയല്ല നമ്മൾ ചെയ്തത്. 1000നെയും 500നെയും അടുത്ത 1000നെയും എന്ന് പറഞ്ഞാൽ പർച്ചേസിന്റെ താഴെയുള്ള എല്ലാ ഐറ്റംസിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒറ്റ ഫിഗർ എടുത്തു. ഓക്കെ, സമ്മറി എടുത്തു. അതിനെ സമ്മറി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഇതിപ്പോ 3 ആയതുകൊണ്ടാണ് ഇത് 3000 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കണം. ഇത് 3 ആയതുകൊണ്ടാണ് ഇങ്ങനെ 3000 എണ്ണം ഉണ്ട്. 3000 ഐറ്റംസിനെയും 3000 തവണ വാങ്ങിയ പർച്ചേസിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ടോട്ടലിനെ നമ്മൾ എടുത്തു. എത്രയാണ് ടോട്ടൽ? 2500 നമ്മുടെ ടോട്ടൽ. അപ്പൊ ഇതിനെ സമ്മറി ചെയ്തു. നമ്മൾ രണ്ടാമത് ചെയ്തതാണ് സമ്മറി. സമ്മറി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായല്ലോ? വെറുതെ ചുരുക്കല്ല, എസൻസ് എല്ലാം അബ്സോർബ് ചെയ്തുകൊണ്ടിട്ടുള്ള ചുരുക്കലാണ് സമ്മറി എന്ന് പറയുന്നത്. കാരണം ഈ പർച്ചേസ് 2500 എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൽ നടന്ന എല്ലാ പർച്ചേസും കൂടി അതിലുണ്ട്. ഓക്കെ, 10 പർച്ചേസുകളെ പറ്റി പറയാതെ നമുക്ക് ഒറ്റയടിക്ക് പറയാം. ഓക്കെ, എത്രയാണ് നിങ്ങളുടെ പെർസെന്റേജ് ഓഫ് മാർക്ക്? 80% മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വിഷയത്തിനും 80% മാർക്ക് കിട്ടിയെന്നാണോ അർത്ഥം? അല്ല, ചിലതിൽ 80 ആണ്, ചിലതിൽ 85 ആണ്. എല്ലാത്തിന്റെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒറ്റ ഫിഗർ ആണ് നിങ്ങളുടെ പെർസെന്റേജ് ഓഫ് മാർക്ക്, നിങ്ങളുടെ ടോട്ടൽ മാർക്ക്. അല്ലെ, നിങ്ങളുടെ ടോട്ടൽ മാർക്ക് പെർസെന്റേജിലുള്ള ടോട്ടൽ മാർക്ക് അങ്ങനെ. ഇപ്പൊ ടോട്ടൽ എടുത്തത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരാൾ എത്ര മാർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് മലയാളം ഫസ്റ്റിൽ എത്ര മാർക്ക്, മലയാളം സെക്കൻഡിൽ എത്ര മാർക്ക്, ഇംഗ്ലീഷിൽ എത്ര, ഓക്കെ, ഫിസിക്സിൽ എത്ര, കെമിസ്ട്രിയിൽ എത്ര, അക്കൗണ്ടൻസിൽ എത്ര, ബിസിനസ് സ്റ്റഡീസിൽ എത്ര എന്ന് പറഞ്ഞ് ഒരുപാട് ഡീറ്റെയിൽസ് പറയുമ്പോൾ അയാൾ വീട്ടിൽ കയറിപ്പെടും. ഓക്കെ, അപ്പൊ അയാളോട് പറയാനുള്ള ഒറ്റ പ്രിസൈസ് ആയിട്ടുള്ള ഒറ്റ ആൻസർ അതിന്റെ സമ്മറിയാണ്. ആ സമ്മറി നമ്മൾ എടുത്തു. അപ്പൊ റെക്കോർഡ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു, സമ്മറി ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ചെയ്തത്? ഇവന്റെ സമ്മറി എടുത്തു, എല്ലാത്തിന്റെയും സമ്മറി എടുത്തു. ഈ സമ്മറികളെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു? അനലൈസ് ചെയ്തു, പഠിച്ചു. പർച്ചേസിന്റെ സമ്മറി നമ്മൾ പഠിച്ചു. 2500 പർച്ചേസിന്റെ സമ്മറി. സെയിൽസിന്റെ സമ്മറിയെ നമ്മൾ പഠിച്ചു. സെയിൽസിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 3050 ഓക്കെ, അനലൈസ് ചെയ്തു. പർച്ചേസിന്റെ സമ്മറിയെയും സെയിൽസിന്റെ സമ്മറിയെയും നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾക്കൊരു ഉത്തരത്തിലേക്ക് കിട്ടി. അത് കണക്കിലൂടെയല്ല, പെന്നിലൂടെയല്ല നമ്മൾ ചെയ്തത്. ഓക്കെ, ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് പ്രോഫിറ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. വാങ്ങിയത് 2500 രൂപയ്ക്ക് വാങ്ങിയുള്ളൂ, വിറ്റത് 3050 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. 550 രൂപ പ്രോഫിറ്റ് ആണ് എന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയെടുത്തു. സമ്മറികളെ അനലൈസ് ചെയ്ത് ഓക്കെ ഇന്റർപ്രിട്ടേഷനിലേക്ക് എത്തി. എന്താണ് ഇന്റർപ്രിട്ടേഷൻ? സമ്മറിയെ നമ്മൾ അനലൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ തലയിലിട്ടിട്ട് ഒന്ന് കുലുക്കി. ഈ സമ്മറികളെ ഇങ്ങനെ തലയിലിട്ട് കുലുക്കിയപ്പോ നമുക്ക് ഒരു ഇന്റർപ്രിട്ടേഷനിൽ എത്താൻ പറ്റും. എന്താണ് ഇന്റർപ്രിട്ടേഷനിൽ എത്തിയത്? ആ ഇന്റർപ്രിട്ടേഷൻ ആണ് ഇവിടെ കാണുന്ന പ്രോഫിറ്റ്. ഇന്റർപ്രിട്ടേഷൻ ആണ് ഇവിടെ കാണുന്ന പ്രോഫിറ്റ്. ഇന്റർപ്രിട്ടേഷൻ. ആ ഇന്റർപ്രിട്ടേഷനിൽ നമ്മൾ എത്തിയപ്പോൾ ഇന്റർപ്രിട്ടേഷൻ ഇതാണ്, 550 രൂപ ലാഭമാണ് എന്ന ആൻസറിലേക്ക്, റിസൾട്ടിലേക്ക് നമ്മൾ എത്തി. റിസൾട്ടിലേക്ക് നമ്മൾ എത്തി. നമ്മൾ ആ റിസൾട്ട് മനസ്സിൽ വെച്ച് മിണ്ടാതിരിക്കുകയല്ല ചെയ്തത്. വൈകുന്നേരം വന്ന ഈ ബിസിനസിന്റെ ഓണറോട് ഓക്കെ, അല്ലെങ്കിൽ റിസൾട്ട് ആവശ്യപ്പെടുന്ന ഒരാളോട് നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. റിസൾട്ടൊക്കെ എനിക്കറിയാം, ഞാൻ അവരോട് പറയില്ല എന്നല്ല പറഞ്ഞത്. റിസൾട്ടൊക്കെ എനിക്കറിയാം കേട്ടോ, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ഞാൻ പറയില്ല എന്നല്ല പറഞ്ഞത്. നമ്മൾ അതിനെ അവർക്ക് പറഞ്ഞു കൊടുത്തു. ആർക്കാണോ ഈ റിസൾട്ടിനെ കൊണ്ട് ആവശ്യം, ഓണർക്കാണ് റിസൾട്ടിനെ കൊണ്ട് ആവശ്യം,
ആർക്കാണോ റിസൾട്ടിനെ കൊണ്ട് ആവശ്യം അവർക്ക് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മള് എന്തൊക്കെയോ കാര്യങ്ങളെ എന്തിലേക്ക് മാറ്റിയെടുത്തു? ഒറ്റ പ്രോഫിറ്റിലേക്ക് നമ്മൾ മാറ്റിയെടുത്തു, ഒറ്റ ഫിഗറിലേക്ക്. ഇതിന്റെയൊക്കെ എസൻസ് ആണ് ഈ കാണുന്ന 550. ഓക്കെ, ഇതിന്റെയൊക്കെ എസൻസ് ആണ് ഈ കാണുന്ന 550. ഓക്കെ, കളി എന്തായി എന്ന് ചോദിക്കുന്നു. 2 മണിക്കൂർ നടന്ന ഫുട്ബോൾ മാച്ചാണ്, 1.5 മണിക്കൂർ നടന്ന ഫുട്ബോൾ മാച്ചാണ്. തോറ്റു എന്ന ഒറ്റ വാക്കിലേക്ക് നമ്മൾ അതിനെ ഒതുക്കിയില്ല. ഈ തോറ്റു എന്ന് പറയുന്ന സംഭവം ഒറ്റ സെക്കൻഡ് കൊണ്ട് ഉണ്ടായതാണ്. അല്ല, കളി തുടങ്ങി, അങ്ങോട്ട് ഗോൾ അടിച്ചു, ഇങ്ങോട്ട് ഗോൾ അടിച്ചു, ഓരോ ഗോളായി, കളി അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അവസാനം എത്തിയ സംഭവമാണ് നമ്മൾ തോറ്റു അല്ലെങ്കിൽ നമ്മൾ ജയിച്ചു എന്ന് പറയുന്നത്. അതാണ് കളിയുടെ റിസൾട്ട്. അതാണ് ആ റിസൾട്ടിലേക്ക് നമ്മൾ എത്താനുള്ള പ്രോസസ്സുകളാണ്. അപ്പൊ ഇതിന്റെ റിസൾട്ട് ഇതാണ്, പ്രോഫിറ്റ് ആണ്. ഇന്നത്തെ കച്ചവടം മോശമല്ല, 550 രൂപ ലാഭമാണ് എന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുക, ഈ കാര്യങ്ങൾ നമ്മൾ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നു. ഇതന്നെയാണ്, വലിയ സ്ഥാപനമാണെന്നൊന്നുമില്ല, എന്റെ സ്ഥാപനമാണ്, ഇത് ഇത്രയേ നടന്നിട്ടുള്ളൂ. ഈ സ്ഥാപനത്തിന് അക്കൗണ്ടിങ് ആണ് ഞാൻ ചെയ്തത്. ഓക്കെ, സിമ്പിൾ. അപ്പോ ഞാൻ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ രേഖപ്പെടുത്തി വെക്കുന്നു. സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. റെക്കോർഡ് ചെയ്ത് വെച്ച് സ്കാറ്റേർഡ് ആണ്. കുറെ പർച്ചേസും, കുറെ സെയിലും, കുറെ നെഗറ്റീവും, കുറെ പോസിറ്റീവും ഒക്കെ ഉണ്ട്. അതിൽ സ്കാറ്റേർഡ് ആണ്. അതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നു. നമ്മൾ വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങിക്കൊണ്ടുവന്നാൽ ആ പച്ചക്കറികളെല്ലാം കൂടി ഒറ്റ ആ സഞ്ചിയിൽ തന്നെ സൂക്ഷിക്കുകയല്ല ചെയ്യാം. അപ്പൊ അങ്ങനെ സൂക്ഷിച്ചാൽ ഒരു കറി വെക്കണമെങ്കിൽ തക്കാളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ സഞ്ചിയിൽ കയറ്റി തപ്പണം. ഒരു പ്രോസസ്സും നടക്കില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ട് വന്ന ഉടനെ നമ്മൾ തക്കാളിയുടെ പാത്രത്തിലേക്കും പഞ്ചസാരയുടെ പാത്രത്തിലേക്കും അരിയുടെ പാത്രത്തിലേക്കൊക്കെ മാറ്റി വെക്കുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്തത്. നമ്മൾ ഇതിനെ ഗ്രൂപ്പ് ചെയ്തു. സിമിലർ ടൈപ്പ് ഓഫ് ഐറ്റംസിനെ ഒന്നിച്ചു കൊണ്ടുവന്നു. ഓക്കെ, ആ പ്രോസസ്സിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ ഡെപ്പികളാണ് കിട്ടുന്നത്. ഇതാണ് അക്കൗണ്ടൻസി അക്കൗണ്ടുകൾ എന്നറിയപ്പെടുന്ന സാധനങ്ങൾ. അക്കൗണ്ടിങ്ങിൽ ഇതിന് അക്കൗണ്ട് പറയാൻ നമുക്ക് ഒരു അക്കൗണ്ടുകൾ എന്നാണ് അറിയപ്പെടുന്നത്. കുറെ ഡെപ്പികളാണ് കിട്ടിയത്. ഓക്കെ, ഈ ഇതിന്റെയൊക്കെ സമ്മറി എടുത്തു. ഈ അക്കൗണ്ടിൽ ഇങ്ങനെ 3 എണ്ണമൊന്നും അല്ല, ഇതിന് 300 എണ്ണം ഉണ്ട്, 400 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആയിരക്കണക്കിനുണ്ടാവും, ആയിരക്കണക്കിന് പർച്ചേസും ആയിരക്കണക്കിന് സെയിലും ചേർന്നുണ്ടാവും, ലക്ഷക്കണക്കിന് സെയിൽ ഉണ്ടാവും. ഓക്കെ, അതിന്റെ സമ്മറി നമ്മൾ എടുത്തു, നമ്മള് റെക്കോർഡ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു, പിന്നെ എന്ത് ചെയ്തു? സമ്മറി ചെയ്തു. ഈ സമ്മറികളെല്ലാം നമ്മൾ പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് അതിനെ നമ്മുടെ മനസ്സിലിട്ട് നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ അറിവ് വെച്ച് നമ്മുടെ ബുദ്ധി വെച്ച് നമ്മൾ അനലൈസ് ചെയ്തപ്പോ, പഠിച്ചപ്പോ ഓക്കെ, നമുക്ക് മനസ്സിലായി 550 രൂപ പ്രോഫിറ്റ് ആണ് എന്ന കാര്യത്തിലേക്ക് നമ്മൾ എത്തി. ഓക്കെ, ആ കാര്യത്തിലേക്ക് എത്തിയത് ആരാണോ നമ്മളെ ഈ ജോലി ഏൽപ്പിച്ചു പോയത് അവരിലേക്ക് നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു? പറഞ്ഞു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങളെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അക്കൗണ്ടിങ് നോക്കുക? റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിംഗ്, അനലൈസിംഗ്, ഇന്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിംഗ്, അനലൈസിംഗ്, ഇന്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഓക്കെ, അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ ഇതാണ്, നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളിപ്പോ പഠിക്കുക. അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ ഇതാണ്. അക്കൗണ്ടിങ് ഇസ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. അക്കൗണ്ടിങ് ഇസ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ് എഴുതി വെക്കുക. ക്ലാസിഫൈങ്, ഗ്രൂപ്പ് ചെയ്യുക. സമ്മറൈസിംഗ്, ഒറ്റ സംഖ്യയിലേക്ക് മാറ്റിയെടുക്കുക. ഓക്കെ, അനലൈസിംഗ്, അക്കൗണ്ടിങ് നോളജ് വെച്ച് അതിനെ കുറിച്ച് പഠിക്കുക. ഇന്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്, അതിലൂടെ വരുന്ന റിസൾട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാൻ ഞാൻ അക്കൗണ്ടിംഗ് ഡെഫിനിഷൻ. അക്കൗണ്ടിംഗ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് AICPL ലണ്ടൻ എന്ന് പറയുന്ന സ്ഥാപനം അക്കൗണ്ടിങ്ങിനെ വിശദമായി ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇത് തന്നെയാണ് അവരുടെ ഡെഫിനിഷൻ. അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ആണ്, ക്ലാസിഫൈങ് ആണ്, സമ്മറൈസിംഗ് ആണ്, അനലൈസിംഗ് ആണ്, ഇന്റർപ്രറ്റിംഗ് ആണ്, കമ്മ്യൂണിക്കേറ്റിംഗ്. ഇത്രയും പ്രവർത്തികളുടെ ഒരു ഗ്രൂപ്പാണ് അക്കൗണ്ടിംഗ്. ഇത്രയും പ്രവൃത്തി ഉൾപ്പെടുന്ന ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിംഗ്. എന്തൊക്കെയാണ് പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്യുന്നത്? റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിംഗ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. സ്ഥാപനത്തിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. ഓക്കെ, അനലൈസിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്. ഈ സമ്മറികളെ അനലൈസ് ചെയ്യുകയും ഇന്റർപ്രറ്റിംഗ് ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, ആ റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ടു ദി വേരിയസ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിംഗ്. ഓക്കെ, ആ റിസൾട്ട് ബിസിനസ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരങ്ങൾ, അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോ നമുക്ക് കിട്ടിയ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ,
അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. കുറെ വാക്കുകൾ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുകയാണ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ അതിന്റെ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്ങിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയുമാണ് അക്കൗണ്ടിങ്. Once again I repeat, accounting is the art of recording, classifying, summarizing financial transaction, interpreting, analyzing and communicating the result to the various users. Once again, accounting is the art of recording, classifying, summarizing financial transactions, monetary transactions, business transactions, analyzing, interpreting and communicating the result of the business, the information regarding from the business to the various users of accounting. That is accounting. Okay. ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ വാട്ട് ഈസ് അക്കൗണ്ടിങ് എന്ന ചോദ്യത്തിന്റെ കാര്യം. ഇതാണ് അക്കൗണ്ടിങ് വലിയ അക്കൗണ്ടൻസിയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ കുഞ്ഞ് അക്കൗണ്ടൻസിയിൽ നിന്നാണ് പഠിച്ചത്. വെറും 10 ട്രാൻസാക്ഷൻ ചെയ്ത എന്റെ കച്ചവടത്തിൽ നിന്നാണ് നമ്മൾ അക്കൗണ്ടൻസി ചെയ്ത് പഠിച്ചത്. അക്കൗണ്ടിങ് സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചപ്പോൾ പല സ്വഭാവത്തിലുള്ള ചില പൈസ വന്നതും ചില പൈസ പോയതും ചില വാങ്ങലും ചില വിൽക്കലും എല്ലാം കൂടി ഇങ്ങനെ ഗ്രൂപ്പായിട്ട് കിടന്നതാണ്. അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഇങ്ങനെ ക്ലാസിഫൈ എന്ന് പറഞ്ഞ ഒരു പാത്രത്തിലേക്ക് ഒരേ സ്വഭാവമുള്ള ആളുകൾ ഇട്ട് വെക്കലാണ്. ഉള്ളി ഉരുളക്കിഴങ്ങും കൂടി ഒരു സഞ്ചിയിൽ വാങ്ങിക്കൊണ്ടുവന്ന് ഉള്ളിയുടെ പാത്രത്തിലേക്ക് ഉരുളക്കിഴങ്ങിന്റെ പാത്രത്തിലേക്ക് മാറ്റുന്നതാണ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, എന്താണ് ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫിക്കേഷൻ ഒരേ സ്വഭാവമുള്ള grouping the similar type of items into one account, one entity, one group. That is some classification. Summary means essence. ഓരോ ഗ്രൂപ്പിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒറ്റ ഫിഗറിലേക്ക് എത്തുന്നതാണ് സമ്മറി. ഇനി വലിയ റെക്കോർഡ് ചെയ്ത് വെച്ച ഫുൾ ഡാറ്റയും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വയ്യ. അത് 1,00,000 ഡാറ്റകളുണ്ട്. ഒരു പ്രോസസ്സും ചെയ്യാൻ പറ്റുന്നില്ല. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ ഫിഗറിനെ നമ്മൾ എടുത്തു. ദാറ്റ് ഈസ് സമ്മറി. ഇങ്ങനെ സമ്മറികളെ അനലൈസ് ചെയ്തു. അനലൈസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അനലൈസിംഗ് ഒരു മെന്റൽ പ്രോസസ്സാണ്. അക്കൗണ്ടിങ് നോളജ് ആവശ്യമുള്ള അക്കൗണ്ടിങ്ങിന്റെ ഇതിപ്പോ നമുക്ക് പർച്ചേസും സെയിലും പർച്ചേസ് ചെയ്ത സാധനങ്ങളിൽ സെയിലിൽ നിന്ന് പർച്ചേസ് കുറച്ചാലാണല്ലോ അല്ലെങ്കിൽ വരവിൽ നിന്ന് ചെലവ് കുറച്ചാലാണല്ലോ ലാഭം എന്ന് നമ്മുടെ ആ മെന്റൽ പവർ ഉപയോഗിച്ച് നമ്മൾ ഇന്റർപ്രിട്ടേഷനിലേക്ക് എത്തിയതാണ്. ഇന്റർപ്രിട്ടേഷനിലേക്ക് ഉണ്ടാതിരിക്കരുത്. ഇന്റർപ്രിട്ടേഷൻ ചെയ്തത് റിസൾട്ടാണ്. അക്കൗണ്ടിങ്ങിന്റെ ഇൻഫർമേഷൻ ആണ്. അക്കൗണ്ടിങ്ങിൽ നിന്നും ഡിറൈവ് ചെയ്ത ഇൻഫർമേഷൻ ആണ്. അത് അതിന്റെ യൂസേഴ്സിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്ന അപ്പൊ ഒരു വലിയ സ്ഥാപനത്തിൽ നടക്കുന്ന ആ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും അതിലൂടെ ലഭിക്കുന്ന റിസൾട്ട് അതിന്റെ യൂസേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്താണെന്ന് പറയുന്ന കാര്യങ്ങൾ ഏജ് ഓഫ് 60 സാമ്പത്തിക ഇടപാടുകൾ. ഇനി പറയാനുള്ളത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആണ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ അല്ല. അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ ഇൻഫർമേഷനും അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ ലാഭമാണോ നഷ്ടമാണോ എന്നല്ല. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുണ്ട് നമ്മുടെ നാട്ടിൽ. ചന്ദ്രൻ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ കടം വാങ്ങുകയും ഒരു പൈസ പോലും തരുകയും നാളെ തരാം എന്ന് പറഞ്ഞു പോകുന്ന ആളാണെന്ന്. ഇന്നും ചന്ദ്രൻ സാധനം വാങ്ങാമെന്ന് നിൽക്കുമ്പോൾ അക്കൗണ്ടന്റ് നൽകുന്ന ഇൻഫർമേഷൻ ആണ് കടക്കാരന്റെലേക്ക് ചന്ദ്രൻ 5 ദിവസത്തെ പൈസ തരാനുണ്ട്, ഇനി ആ പൈസ തന്നിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതും ഒരു ഇൻഫർമേഷൻ ആണ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആണ്. ലാഭമാണോ നഷ്ടമാണോ, കടയിലെ ലാഭമാണോ നഷ്ടമാണോ ചന്ദ്രൻ സാധനം വാങ്ങാൻ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തു. എന്ത് പറഞ്ഞു? അയാൾ 5 ദിവസമായിട്ട് നമുക്ക് പൈസ തരാനുള്ള ആളാണ് എന്ന ഇൻഫർമേഷൻ നമുക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആണ്. മീൻസ് ലാഭമാണ് നഷ്ടമാണ് അക്കൗണ്ടിങ്ങിന്റെ ഇൻഫർമേഷൻ എന്താണെന്ന് അങ്ങനെ ചിന്തിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അക്കൗണ്ടിങ്ങിലൂടെ ഡിറൈവ് ചെയ്ത് വരുന്നതെല്ലാം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആണ്. ഓക്കെ, അക്കൗണ്ടിങ്ങിലൂടെ ഡിറൈവ് ചെയ്ത് വരുന്നതെല്ലാം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആണ്. ഓക്കെ, അത് ആവശ്യമുള്ളവരിലേക്ക് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ചെയ്യുന്നത് അക്കൗണ്ടന്റ് ആണല്ലോ, സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ആണല്ലോ ഇത് ചെയ്യുന്നത്. അയാളാണ് ഫസ്റ്റ് ഹാൻഡ് പേഴ്സൺ. ഇതിന്റെ ആദ്യമായിട്ട് ഈ കാര്യങ്ങൾ അറിയുന്ന ആൾ അയാളാണ്. ഓക്കെ, അയാൾ നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നത് നമ്മളാണ്. അതുപോലത്തെ ആളാണ് അക്കൗണ്ടന്റ്. ഓക്കെ, അക്കൗണ്ടിങ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അയാളിൽ നിന്ന് വിവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകളെയാണ് എന്ത് പറയുന്നത്? യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്.
വിവരങ്ങൾ ഏതെങ്കിലും രീതിയിൽ ആവശ്യമുള്ള ആരെങ്കിലും ആവാം യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, ആരൊക്കെയാണ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് കൊടുക്കുക? ആദ്യത്തെ ആള് മാനേജ്മെന്റ് ആണ്. യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്ങിലെ ആദ്യത്തെ ആള് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് ആണ് ബിസിനസ്സിനെ മാനേജ്മെന്റ് ആണ് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ. ഉറപ്പാണ്. ആ ഇൻഫർമേഷൻ കിട്ടിയിട്ട് വേണം സ്ഥാപനം നല്ലതാണോ ശരിയാണോ നമുക്ക് തീരുമാനിക്കാനും എന്തൊക്കെ ഇതേപോലെ പോയാൽ മതി നമുക്ക് നോക്കാൻ. അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. ഓക്കെ, മാനേജ്മെന്റ് ഓണറും മിക്കവാറും ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾക്ക് അറിയാലോ, മാനേജ്മെന്റ് തന്നെയാണെന്ന് ഓണറില്ല. ഓണർ വേറെ ഒരാളാവും. ഓക്കെ ഓക്കെ, ഓണറാവും. ഓക്കെ, പിന്നെ കാത്തിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ പണിയാണ് ഈ റിസൾട്ട്. ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് കിട്ടിയതാണ്. എംപ്ലോയീസ് നമ്മൾ വർക്ക് ചെയ്തിട്ട് കിട്ടിയതാണ്. അത് നോക്കിയിട്ട് വേണം ഒരു ബോണസ് വേണം, ശമ്പളം കൂടണം എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ ഇറങ്ങാൻ വേണ്ടിയിട്ട് എംപ്ലോയീസ് കാത്തിട്ട് റിസൾട്ടിന് വേണ്ടിയിട്ട്. അക്കൗണ്ടിങ് യൂസറാണ് എംപ്ലോയീസ്. അക്കൗണ്ടിങ് യൂസറാണ്. ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ആദ്യം കാത്തിട്ടാണ് ഗവൺമെന്റ് അല്ലെ. ഗവൺമെന്റ് ആൻഡ് ടാക്സ് അതോറിറ്റീസ് ആ ലാഭമാണോ നഷ്ടമാണോ എന്താണ് അവസ്ഥ നമുക്ക് നോക്കിയിട്ട് വേണം. ഓക്കെ, കാത്തിരിക്കുകയാണ്. പ്രോഫിറ്റിന് വേണ്ടി, ലാഭത്തിന് വേണ്ടി, കണക്കിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ് ഗവൺമെന്റ് ആൻഡ് ടാക്സ് അതോറിറ്റീസ്. ഓക്കെ, നമുക്ക് പണം കടം തന്ന ബാങ്കുകൾ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ അറിയാൻ പറ്റുന്നുണ്ട്. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആളുകൾ നമ്മുടെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന സപ്ലൈസ് നമ്മുടെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് അതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അക്കൗണ്ടിങ്ങിലൂടെ ഡിറൈവ് ചെയ്ത് വരുന്ന ഡാറ്റാസിന് ഞാൻ ഈ സമയത്ത് പറയുന്നതാണ്. അക്കൗണ്ടിങ്ങിലൂടെ ഡിറൈവ് ചെയ്ത് വരുന്ന ഡാറ്റാസിന് വേണ്ടിയിട്ട്, അക്കൗണ്ടിങ്ങിലൂടെ ഡിറൈവ് ചെയ്ത് വരുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളെയാണ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ട്. അതിന്റെ ഉപഭോക്താക്കളാണ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, മാനേജ്മെന്റ് ആണ്, ഓണേഴ്സ് ആണ്, എംപ്ലോയീസ് ആണ്, ഗവൺമെന്റ് ആണ്, ടാക്സ് അതോറിറ്റീസ് ആണ്, സപ്ലൈസ് ആണ്, ലെൻഡേഴ്സ് ആണ്. ഓക്കെ, അത് ഒരുപാട് ജനറൽ പബ്ലിക് ആണ്, സാധാരണ ആളുകൾക്ക് കാത്തിട്ട്. ഓക്കെ, നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സാധനമാണ്. ഒരു കൊള്ളലാഭം ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ ചൂഷണം ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കും. അപ്പൊ അങ്ങനെയുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം നമ്മൾ പറ്റും. സോ അക്കൗണ്ടിങ് യൂസേഴ്സിനെ കുറിച്ചാണ് അക്കൗണ്ടിങ് യൂസേഴ്സ്. ഓക്കെ, അപ്പൊ അക്കൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞു, അക്കൗണ്ടിങ് ഡെഫിനിഷൻ പറഞ്ഞു, നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സിനെ പറ്റി പറഞ്ഞു. ഓക്കെ, ഇനി ഇവർക്ക് എല്ലാം നമ്മൾ നൽകുന്ന വിവരങ്ങളെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഈ യൂസേഴ്സിന് അക്കൗണ്ടന്റ് നൽകുന്ന വിവരങ്ങളെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അതിനെ ചുരുക്കി ഒരു ഗ്രൂപ്പിലേക്ക് വെച്ചു, ക്ലാസിഫൈ ചെയ്തിട്ട് അതിനെ പിഴിഞ്ഞ് എസൻസ് എടുത്തു, സമ്മറി ചെയ്തിട്ട് അതിനെ നമ്മുടെ മനസ്സിലിട്ട് കുലുക്കിയിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത റിസൾട്ട് അക്കൗണ്ടിങ്ങിലൂടെ മീൻസ് അക്കൗണ്ടിങ്ങിൽ നിന്ന് പുറത്തേക്ക് വന്ന ഇൻഫർമേഷൻ, ആ ബുക്കിൽ നിന്ന് പുറത്തേക്ക് ചാടിയ ഇൻഫർമേഷൻസ്, അതാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. റിസൾട്ട് ആവാം, എന്തുവാം. ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അതാണ് നമ്മൾ ആർക്കൊക്കെ കൊടുക്കാൻ റെഡിയായി നിൽക്കുന്നത്. മാനേജ്മെന്റിനും, ഓണർക്കും, എംപ്ലോയീസിനും, ഗവൺമെന്റിനും, ബാങ്കിനും, സപ്ലൈസിനും, എല്ലാവർക്കും, ലെൻഡേഴ്സിനും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആണ്. ഇങ്ങനെ കൊടുക്കാൻ നിൽക്കുന്ന ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? വെളുത്തിരിക്കണം, ഹൈറ്റ് ആയി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറെ ഗുണങ്ങളാകും. അതുപോലെ സോ അക്കൗണ്ടിങ് ഇൻഫോർമേഷന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ആദ്യത്തേത് സ്വാഭാവികമായിട്ടും ഒരാൾ നമുക്കൊരു കാര്യം പറഞ്ഞു തരുമ്പോ അത് വിശ്വാസയോഗ്യമായിരിക്കണം. റിലയബിലിറ്റി. ആദ്യത്തെ കാര്യം റിലയബിലിറ്റി. നിങ്ങൾ എഴുതാം, റിലയബിലിറ്റി. ഫസ്റ്റത്തെ കാര്യം റിലയബിൾ ആയിരിക്കണം, വിശ്വാസയോഗ്യമായി. നിങ്ങൾ ഇൻഫർമേഷൻ തരുമ്പോൾ അത് തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്നത് നിയമപ്രകാരം തെറ്റാണ്. അക്കൗണ്ടന്റ് നൽകുന്ന മുന്നോട്ടൊന്നും പഠിക്കാനുണ്ട്. അക്കൗണ്ടിങ് നൽകുന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആയിരിക്കണം. അതിൽ തെറ്റുണ്ടാവാൻ പാടില്ല, എറേഴ്സ് അറിയാതെയോ അറിഞ്ഞോ വരാൻ പാടില്ല, മിസ്റെപ്രസെന്റേഷൻ, ഫ്രോഡ്, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. റിലയബിൾ ആയിരിക്കണം. പിന്നെ റെലവെന്റ് ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റെലവൻസ്. എന്താ റെലവൻസ് എന്ന് പറഞ്ഞാല് റെലവെന്റ് ആയിരിക്കണം ഇൻഫർമേഷൻ. റെലവെന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മളോട് കടം വാങ്ങി പോയ ആള് വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പറയണം അയാൾ കടം വാങ്ങിയതാണ്, എനിക്ക് കൊടുക്കല്ലേ സാധനങ്ങളൊന്നും. പോയി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പറ്റില്ല. അതായത് ആ സമയത്ത്, ഏത് സമയത്താണോ ഇൻഫർമേഷൻ കിട്ടേണ്ടത് ആ സമയത്ത് തന്നെ ഇൻഫർമേഷൻ കിട്ടണം. ടൈം അല്ല ഞാൻ പറയുന്നത്, റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും.
ഓക്കെ, ഒരു ആള് മുറ്റത്ത് നിൽക്കുന്ന ഒരാളെ പട്ടി കടിക്കാൻ വരുമ്പോൾ അയാൾക്ക് നൽകാൻ പറ്റുന്ന ആദ്യത്തെ ഇൻഫർമേഷൻ എന്താണ്? ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ്? ഓടിക്കോ ഒരു പട്ടി കടിക്കാൻ വരുന്നത് എന്നാണ്. ഓക്കെ, പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ ആ സമയത്ത്? കാര്യമില്ല. ഓക്കെ, ആ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അയാൾക്ക് ഒരു ഇൻഫർമേഷൻ നൽകലാണ് സമ്മതിച്ചു. പക്ഷെ ഈ സമയം അതിന്റെ സമയമല്ല, അതിന് ഇഷ്ടംപോലെ സമയം നിങ്ങളോട് നിർത്തിയിട്ട് മാറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ നമ്മുടെ രാജ്യം ഇന്ത്യയാണ്, ഇന്ത്യക്ക് പ്രധാനമന്ത്രി നല്ലതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു. എന്നാൽ അയാളുടെ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒരു പട്ടി നിന്റെ നേരെ ഓടി വരുന്നിട്ട് ഓടി കഴിച്ചിലാക്കി കൊടുക്കണം. അതാണ് എന്ത് റെലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് പറയണം. ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങളുടെ ഷോപ്പിലെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ A+B² എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരൻ മനസ്സിലാവുന്നത്. സോ അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും, കമ്പയറബിൾ ആയിരിക്കണം. കമ്പാരബിലിറ്റി, ഒരു സ്ഥാപനത്തെ അടുത്ത സ്ഥാപനത്തെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിവരങ്ങളായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അക്കൗണ്ടന്റിന് വളരെ അക്കൗണ്ടിങ് നോളജ് ഉണ്ടാവും, നിങ്ങളെ അക്കൗണ്ടിങ് നോളജ് ഉള്ള ആളുകളായിരിക്കും. ഓക്കെ, നിങ്ങൾ അക്കൗണ്ടൻസ് പഠിക്കുന്നവരാണ്, നിങ്ങൾ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് അറിയുന്നവരായിരിക്കും. ഒരു സാധാരണക്കാരായ ആൾ വരുമ്പോൾ അയാൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലോ തൊട്ടടുത്ത സ്ഥാപനവുമായിട്ട് ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലോ ഒന്നും ഇൻഫർമേഷൻ കൊടുത്തത്. അത് മാത്രമല്ല, കമ്പാരബിലിറ്റി എന്ന് പറയുന്നത് അടുത്ത സ്ഥാപനമായിട്ട് കമ്പയർ ചെയ്യാൻ മാത്രമല്ല കഴിഞ്ഞ ടേമുകളുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അക്കൗണ്ടിങ് ഇൻഫർമേഷന് കുറച്ച് ഗുണങ്ങൾ വേണം: റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, മനസ്സിലാവണം, കമ്പാരബിലിറ്റി. ചോദിക്കാറുണ്ട് കമ്പാരബിലിറ്റി, കമ്പയർ ചെയ്യാൻ പറ്റും. ഒന്ന് വീഡിയോ വേണ്ടി ഇത് രണ്ടാമത് കേട്ടുള്ള എഴുതുന്നത് അത്ര ക്ലിയർ ആകാൻ തോന്നുന്നു. സോ ഇത്രയുമാണ് കാര്യങ്ങൾ. ഓക്കെ, അത് ഞാൻ പറയുന്നത് നമ്മൾ ഇവർക്ക് നൽകാൻ പോകുന്ന മാനേജർക്കും ഓണർക്കും എംപ്ലോയീസും ഗവൺമെന്റും ബാങ്കിനും സപ്ലൈസിനും ലെൻഡേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ നൽകാൻ പോകുന്ന ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, എവിടുന്ന് കിട്ടിയ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? ഇത്രയും പ്രോസസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അക്കൗണ്ടൻസി ഫുള്ള് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്ങിന് കൊടുക്കാൻ പോകുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷന് വേണ്ട ഗുണങ്ങളാണ്. ഇതിനെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് എന്നാണ് അറിയുക. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണ് ചോദിക്കുക. ഇങ്ങനെ പോയി അവർക്ക് കൊടുക്കാൻ പോകുന്ന ഗുണങ്ങൾ എന്നൊന്നല്ല ചോദിക്കുക. വാട്ട് ആർ ദി ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്? Qualitative characteristics of accounting is reliability, relevance, comparability, and that one, understandability. Okay, that is മയക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വാട്ട് ഈസ് അക്കൗണ്ടിങ് എന്ന് നമ്മൾ പറഞ്ഞു. അക്കൗണ്ടിങ്ങിന്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്താണ്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ആ അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ യൂസേഴ്സ് ആരൊക്കെയാണെന്ന് പറഞ്ഞു. ആ അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ഗുണങ്ങൾ, അക്കൗണ്ടിങ് ഇൻഫർമേഷന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അക്കൗണ്ടിങ്ങിന്റെ തിയറി പോർഷൻസ് ഒഴിവാക്കാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, ഇനി ഇത് പറയേണ്ട കാര്യം എന്താണെന്ന് തോന്നുന്നു. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ആദ്യത്തത് മെയിന്റനൻസ് ഓഫ് ബിസിനസ് റെക്കോർഡ്സ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നാണ് ചോദ്യം. ഇങ്ങനെ ചെയ്താൽ ആദ്യത്തെ ഗുണം മെയിന്റനൻസ് ഓഫ് ബിസിനസ് റെക്കോർഡ്സ്. സ്ഥാപനത്തിൽ നടന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു റെക്കോർഡ്സ് ഉണ്ടാവും. ഇതുവരെ സ്ഥാപനത്തിൽ നടന്ന കാര്യങ്ങൾ നാളെ ആകുമ്പോൾ മറന്നുപോകും. പക്ഷെ അക്കൗണ്ടിങ് ചെയ്താൽ മെയിന്റനൻസ് ഓഫ് ബിസിനസ് റെക്കോർഡ്സ്, മെയിന്റനൻസ് ഓഫ് ബിസിനസ് റെക്കോർഡ്സ്. രണ്ടാമത്തെ കാര്യം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന റിസൾട്ട് ആണ് അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം കാൽക്കുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. കാൽക്കുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. സ്ഥാപനത്തിൽ നമുക്ക് കാര്യങ്ങൾക്കെല്ലാം ഒരു ബുക്ക് ഉണ്ടാവുന്നു. ബിസിനസിന്റെ ലാഭനഷ്ടങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. സാമ്പത്തിക നില, എത്രയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, എന്തൊക്കെ നമുക്ക് കൊടുക്കാനുണ്ട്, അതാണ് സാമ്പത്തിക നില. അസറ്റ് മൈനസ് അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ആണ് ഫിനാൻഷ്യൽ. ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന്. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ഇതൊന്നുമല്ല, ഒരുപാട് നമുക്ക് എഴുതാം. സിമ്പിൾ ആയിട്ട് നമ്മൾ പോയിന്റ് ഓഫ് വ്യൂ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അക്കൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞു, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് പറഞ്ഞു. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ
ആർക്കാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു, ആർക്കൊക്കെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ യൂസേഴ്സ് എന്ന് പറഞ്ഞു അല്ലെ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വേണ്ട ഗുണങ്ങൾ പറഞ്ഞു. ഈ അക്കൗണ്ടിങ് ടോട്ടലായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ചെയ്യുന്ന നമുക്ക് ഉണ്ടാകുന്ന യൂസേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്നത് നമ്മൾ പറഞ്ഞു. മെയിൻ്റെനൻസ് ഓഫ് ബിസിനസ് റെക്കോർഡ്സ്, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്ലസ് കാൽക്കുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഓക്കെ, അക്കൗണ്ടിങ്ങിന്റെ തിയററ്റിക്കൽ പാർട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അക്കൗണ്ടിങ് എന്താണ് എന്നതിനെ കുറിച്ചുള്ള പ്രാക്ടിക്കലായിട്ട് അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള കുറച്ച് വാക്കുകളെ പരിചയപ്പെടുത്തുന്ന ബേസിക് അക്കൗണ്ടിങ് ടേംസ്. ഓക്കെ, നമ്മൾ പ്രാക്ടിക്കലായിട്ട് അക്കൗണ്ടിങ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കുറെ വാക്കുകൾ നമ്മൾ ഇങ്ങനെ കേൾക്കും. ആ വാക്കുകളുടെയൊക്കെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ അതൊക്കെ എന്താണെന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്ന ബേസിക് അക്കൗണ്ടിങ് ടേംസ് എന്ന് പറയുന്ന ഒരു പോർഷനാണ് ആദ്യത്തെ ചാപ്റ്ററിൽ ഉണ്ടാക്കുന്നത്. അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് ഈ ചാനൽ കയറി ഇത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ക്ലാസ് വരുമ്പോഴുള്ള നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ക്ലാസ് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.